ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന നമ്മളെ ഉള്ളി സൂര്യേട്ടനെ കുറിച്ചാട്ടാ. നമ്മളെ വിശകലീന്റെയും കേസരി മധുവാട്ടിന്റെയും വിഷയങ്ങൾക്ക് ശേഷം സംഘികൾ വീണ്ടും അവതരിപ്പിക്കുന്ന നാടകം സംഘി സുരേന്ദ്രന്റെ വീണ്ടും മലപ്പുറം. നമുക്ക് സംഘി സുരേന്ദ്രന്റെ മലപ്പുറം ഡ്രാമയിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യം തന്നെ ഇൻട്രോ ആട്ടാ. നമ്മളെ സുജയ പാർവതി, സംഘി സുജയ പാർവതിയുടെ അടിപൊളി ഇൻട്രോ. വാ. മലപ്പുറം വിരുദ്ധ പരാമർശങ്ങളിൽ ഉറച്ച ബിജെപി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആശുപത്രിയിലെ പ്രസവത്തെ എതിർക്കുന്നവരെയും വാക്സിനേഷൻ വിരുദ്ധ പ്രചാരണം നടത്തുന്നവരെയും മുസ്ലിം ലീഗ് സംരക്ഷിക്കുകയാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭാരത് മാതാ സങ്കല്പത്തെ തള്ളിപ്പറഞ്ഞതും മലപ്പുറത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണെന്നും കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ ബിജെപി നിലമ്പൂരിൽ ചർച്ചയാക്കുമെന്നും കെ സുരേന്ദ്രൻ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. സംഘിയൊക്കെ കേരളത്തിൽ മുസ്ലിം മലപ്പുറം ഈ രണ്ട് വാക്ക് വിട്ട് ഒരു കളിയിൽ ഈ രണ്ടില്ലെങ്കിൽ കേരളത്തിൽ സംഘികളില്ല. നമുക്കെന്തായാലും ഉള്ളി സുരേട്ടന്റെ ഡയലോഗുകളിലേക്ക് കതുറക്കാം. വരൂ. മുനമ്പം വിഷയമൊക്കെ സജീവമായി നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പം മുനമ്പം വിഷയം ചർച്ചയാകുമ്പോഴാണ് ഒരുപക്ഷെ ഇടയിൽ തന്നെ ബിജെപി ക്രൈസ്തവ സമൂഹവുമായി അടുപ്പം ഉണ്ടാക്കാനുള്ള ശ്രമവും സജീവമാണ്. അപ്പൊ ആ ഒരു വിഷയമടക്കം മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാക്കുമോ നിലമ്പൂരിൽ? അല്ല, എല്ലാ വിഷയങ്ങളും ചർച്ചയാവും. മുനമ്പം ചർച്ചയാവും, മലയോര കർഷകരുടെ വിഷയം ചർച്ചയാവും, LDFന്റെയും UDFന്റെയും പല നിലപാടുകളും ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ചോദ്യം ചെയ്യപ്പെടും. വർഗീയ പ്രീണനം ഇപ്പൊ തന്നെ എന്തൊക്കെയാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ പറയുന്നത് വേറെ കാര്യങ്ങളാണെങ്കിൽ മലയോര കർഷകരെ ഉള്ളിനുള്ളിൽ അവർ നടത്തിക്കൊണ്ടുപോകുന്നത് ഭയങ്കരമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ്. ഇതൊക്കെ വർഗീയ രാഷ്ട്രീയം പറയാൻ പറ്റിയ ഒരാൾ ഉള്ളി സുരേന്ദ്രൻ. വർഗീയത തീരെ തൊട്ട് തീണ്ടാത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു സംഘി ഉള്ളി സംഘി. ബീഫിന്റെ അന്ന് ബീഫ് മാറ്റിയിട്ട് ഉള്ളി തിന്ന പച്ച മനുഷ്യൻ, വർഗീയത മാത്രം തിന്ന് ജീവിക്കുന്ന പരനാറി. മുനമ്പത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വിഷയമാകുന്നു. ആരെക്കാളും നമ്മൾ ഉള്ളി സുരേട്ടൻ അറിയാം. ആ പേടി കൊണ്ടാണ് ക്രിസ്ത്യാനികൾ എതിർപ്പ് വരുന്ന വിചാരിച്ചിട്ടാണ് മലപ്പുറത്തും മുസ്ലിം എന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ മനസ്സിന്ന് ആ മുനമ്പം വിഷയം മാറ്റാൻ നോക്കിയത്. ഏത് വഖഫ് ബില്ല് പാസ്സായ പാട് മുനമ്പം അങ്ങ് കിട്ടിയെന്നല്ല അവിടുത്തെ ക്രിസ്ത്യാനികളോട് പറഞ്ഞ് പറ്റിച്ചത് ഈ നാറി സംഖ്യകള്. അതെന്തായാലും വിഷയമാകുന്നു. ഇവിടെ കിട്ടുന്ന ആകെ 2000 വോട്ടങ്ങനെ കിട്ടുക, അതുപോലും കിട്ടാണ്ട് നോട്ടക്കും താഴെയാകുന്നു. ഉള്ളി സുരേട്ടന് കൃത്യമായിട്ട് അറിയാം. എട്ടിവെച്ച കാശ് കിട്ടാതെ തോറ്റതിന്റെ സങ്കടം ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ ഉള്ളി സുരേട്ടനാണല്ല. അതുകൊണ്ട് ഉള്ളി സുരേട്ടൻ ആ കാര്യം അറിയാം. അതുകൊണ്ടാണ് മുസ്ലിം മലപ്പുറം എന്ന് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. ദേശീയ പതാക കാണുമ്പോൾ അലർജി ആയിട്ടുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്, തീവ്ര ചിന്താഗതിക്കാരെ. സത്യം, ഉള്ളി സുരേട്ടൻ സത്യം പറഞ്ഞു. ദേശീയ പതാകനെ കാണുമ്പോൾ കുരുപൊട്ടുന്ന കുറച്ച് ആൾക്കാർ, അതായത് സംഘികള്, അതായത് ഉള്ളി സുരേട്ടൻ തന്നെ. ഉള്ളി സുരേട്ടന്റെ ടീമും. ഉള്ളി സുരേട്ട, നിങ്ങൾ കണ്ണാടി നോക്കി പറ, അപ്പോഴേ ക്ലിയർ ആവും. ദേശീയ പതാക കാണുമ്പോൾ കൃമി കടിക്കുന്ന, ദേശീയ പതാക മാറ്റിയിട്ട് കാവിക്കൊടി വെക്കാൻ ആഗ്രഹിക്കുന്ന ദേശദ്രോഹികളായ കുരുപൊട്ടി സംഘികളെ നിങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ ഉള്ളി സുരേട്ടൻ പറഞ്ഞത് കേട്ടാ. വെള്ളാപ്പള്ളി നടേശൻ ഈ നിലമ്പൂരിന് തൊട്ടടുത്ത് വന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യം പോലെ പ്രവർത്തിക്കുകയും അവിടെ ഈഴവ സമുദായം വലിയ തോതിൽ വിവേചനം അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ BJP ഈ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരമൊരു പ്രചരണമൊന്നും അന്ന് കത്തിക്കാൻ നോക്കിനി, വെള്ളാപ്പള്ളിനപ്പുറം കൂടിയിട്ട് കത്തിക്കാൻ നോക്കിയതാ. അപ്പൊ ദൈവം എന്തോ വായ്പുണ്ണ എന്തോ കുരിപ്പെട്ട രോഗം ഈ കുരിപ്പിന് കൊടുത്ത്. അതിനുശേഷം കുറച്ച് ദിവസം ചങ്ങായി TV വന്നില്ല, എന്തോ രോഗം വന്ന് കിടന്നുപോയി. എല്ലാം കണ്ടല്ല അന്നേരം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കത്തിച്ചാലും കേരളത്തിൽ കത്തൂലെന്നറിയാം. എന്നാലും ആ വൃത്തികെട്ട ചാണക ബുദ്ധി ഉണ്ടല്ല, ആ വയറ്റിലിങ്ങനെ അടിച്ച സാധനം വായിലൂടെ തൂറുന്ന പരിപാടിയാണല്ല. ആ വായിലൂടെ തൂറിയില്ലെങ്കിൽ ഉറക്കം വരില്ല. പക്ഷെ ദൈവം എന്തോ സൂക്കടാക്കി കൊടുത്ത്, അതുകൊണ്ട് വീട്ടിൽ കടന്നുപോയി. അതുകൊണ്ട് മാത്രം അന്ന് നമ്മൾ രക്ഷപ്പെട്ട്. അടുത്തേക്ക് കടക്കാം. മലപ്പുറം ജില്ലയിൽ പ്രസവിക്കാൻ ആളുകൾ ആശുപത്രിയിൽ പോകുന്നില്ല, ആയിരക്കണക്കിന്, 1-2 അല്ല. എന്താ CPM ഉണ്ടാക്കുന്നത്? എന്താ ലീഗും ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഇതുപോലുള്ള അനാശാസ്യമായിട്ടുള്ള പല കാര്യങ്ങളും തീവ്ര ചിന്താഗതികൾ നടത്തുന്നു. ആയിരക്കണക്കിനൊന്നും ഇല്ല ഉള്ളി സുരേട്ട, കുറച്ചില്ലാന്നും പറഞ്ഞല്ല, കുറച്ചുണ്ട്. അതിനെതിരെ CPM-ഓ കോൺഗ്രസോ ഒന്നല്ല. ഇവിടെ കേരളത്തിൽ ഇതുവരെയുണ്ട എല്ലാ ഗവൺമെന്റും, അത് CPM ഭരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ ക്ലോസറ്റ് കഴുകിയിട്ട് ഹാർപ്പിക്കൊണ്ട് കഴുകി ഹാർപ്പിക്കിന്റെ പരിസ്ഥിതി കാണില്ല ചില കീടാണുക്കള്, അതുപോലെ ഉണ്ടാവും കേട്ടാ. പിന്നെ അണ്ണന്റെ UP-ലും ഗുജറാത്തിലൊന്നും പ്രസവിക്കുന്നത് ആശുപത്രി പോയിട്ട് പ്രസവിച്ചത് തന്നെ ആരും അറിയുന്നില്ല കേട്ടാ. പ്രസവിച്ചതും മരിച്ചതും തന്നെ അറിയുന്നില്ല. അവിടെ ആർപ്പിക്കിട്ട് കഴിയാലും 1-2 രോഗാണുക്കളല്ല, 1-2 രോഗാണുക്കളെ മരിക്കുന്നുള്ളൂ. ബാക്കി മൊത്തം കീടാണുക്കൾ ആ ക്ലോസറ്റിൽ തന്നെ ഉള്ളു. അണ്ണൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം കേട്ടാ. ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് പറഞ്ഞൊന്നുമല്ല, അത് ഞങ്ങൾ ആദ്യം മുതലുള്ള ഞങ്ങൾ ഐഡിയോളജിയാണ്. കാരണം മലപ്പുറം ജില്ലയിലെ നടക്കുന്ന തീവ്രവാദ ചിന്താഗതിക്കാർ, താലിബാൻ വാദികൾ നടത്തുന്ന പ്രചരണത്തെ ഞങ്ങൾ മാത്രമേ അതൊരു ഡിസ്കഷൻ പോയിന്റ് ആക്കിയിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ്.
പക്ഷെ ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ മലപ്പുറത്തെ ആക്ഷേപിക്കുന്നു എന്ന് അവർ പറയുകയാണ്. മലപ്പുറത്തെ ആക്ഷേപിക്കുന്നില്ല. എന്താ പ്രസവിക്കാൻ ആശുപത്രി പോകാത്തത്? എന്താ വാക്സിനേഷൻ എടുക്കാത്തത്? അല്ല, നിലവിൽ ഉച്ചക്കഞ്ഞി എന്താ മുടക്കുന്നു? ഇതേ ചോദിച്ചിട്ടുള്ളൂ ഞങ്ങൾ. ഉച്ചക്കഞ്ഞിയിൽ മലയാളിയുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണിടുന്നത് ആരാന്ന് കൃത്യമായിട്ട് മലയാളിക്ക് അറിയാട്ടാ. അത് വയനാടെല്ലാം നമ്മൾ കണ്ടതാ. കേരളത്തിന് കിട്ടേണ്ട എല്ലാ പരിപാടിയിലും മണ്ണിട്ട് തടയാൻ വേണ്ടി ഇവിടുന്ന് പെട്ടിയെടുത്ത് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ഏത് നാറിയാന്ന് മലയാളി കൃത്യമായിട്ട് അറിയാം. പെട്ടിയെടുത്ത് തൂക്കിയിട്ട് പോയിട്ട് അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കേരളത്തിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എന്തെങ്കിലും അവിടുത്തെ സംഖ്യകൾ തരാൻ നോക്കുമ്പോൾ ഇവിടുത്തെ നെറികെട്ട നാറിയ സംഖ്യ, ഒരു ഉള്ളി മാത്രം തിന്ന ഒരു നാറിയ സംഖ്യ പോയിട്ട് തടയുന്നതെല്ലാം മലയാളിക്ക് അറിയാട്ടാ. കാരണം സ്കൂളുകൾ എണ്ണം എടുക്കും. സെക്കുലർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നപ്പോരല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എടുക്കൂ, മറ്റ് സ്ഥാപനങ്ങളുടെ എണ്ണം എടുക്കൂ. അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല. മൈനോറിറ്റി സ്റ്റാറ്റസ് എല്ലായിടത്തും വേണമെന്ന് പറയുന്നവർ മലപ്പുറത്ത് വേണ്ടെന്ന് എങ്ങനെ പറയുന്നത്? മൈനോറിറ്റി സ്റ്റാറ്റസ് തിരുവനന്തപുരത്ത് വേണമെന്ന് പറയുന്നവർ മലപ്പുറത്ത് കൊടുക്കണ്ടേ? മലപ്പുറത്ത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമല്ലേ? അവർ രണ്ട് സ്കൂൾ കൊടുക്കണ്ടേ? അപ്പൊ ഇത് സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ്. അപ്പൊ മലപ്പുറത്ത് ഹിന്ദു ന്യൂനപക്ഷമായിട്ട് മലപ്പുറത്ത് എല്ലാ കാര്യങ്ങളും ഹിന്ദുവിന് കൊടുക്കുക. മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് മുസ്ലിം ന്യൂനപക്ഷമായ സ്ഥലത്ത് എല്ലാം മുസ്ലിമിന് കൊടുക്കണം എന്നാണോ ഉള്ളിസുരട്ടം പറഞ്ഞു വരുന്നത്? ക്ലിയർ ആക്കണം കേട്ടാ. അണ്ണന്റെ സംഖ്യകൾ ഇത് കേൾക്കണം. അപ്പൊ ബാക്കി ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾ ന്യൂനപക്ഷമുള്ളവർക്ക് എല്ലാ സംഭവവും മുസ്ലിമിന് കൊടുക്കുക. ഈ മലപ്പുറം മാത്രം ഹിന്ദുവിന് കൊടുക്കുക. അല്ലെ, അടിപൊളി. താലയിൽ ചാണകല്ലട്ടാ, ചാണകത്തിനും കാട്ടി വലിയ എന്തോ ഉള്ളത്. പിന്നെ അണ്ണനും അണ്ണന്റെ ടീമും സ്കൂളിന്റെയും കോളേജിന്റെ കണക്കെടുക്കുന്നത് നല്ല തന്നെ. ആ സമയത്തെങ്കിലും നിങ്ങൾ സിനിമാ നടിമാരെ ജെട്ടീന്റെ കളറും ബ്രായുടെ കളറും അതിന്റെ എണ്ണൊന്നും എടുക്കാൻ പോകുന്നില്ല. അത്രയും മനസ്സമാധാനം കേട്ടാ. ഇങ്ങനെ മനസ്സിലും തലയിലും എല്ലാം ചാണകം പേറി എങ്ങനെ ജീവിക്കാൻ കഴിയുന്ന എന്റെ ഉള്ളി സുരേട്ടാ, എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? നിങ്ങൾക്ക് ഉറക്കത്തിൽ വരെ ഈ വർഗീയത മാത്രമല്ല ഉണ്ടാവും. മലപ്പുറം മുസ്ലിം ഞം 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 തിന്നണ്ടല്ലേ ഇതുങ്ങ പറഞ്ഞിട്ട്. കട്ട കുറെ പൈസ ഉണ്ടല്ല, നിങ്ങൾ സംഘികളെ തന്നെ പറ്റിച്ച കുറെ കുഴപ്പണ വീട്ടിലുണ്ടല്ല, അത് നക്കി ജീവിച്ചാ പോരെ. പിന്നെയും പുറത്തു വരണ സംഘികൾ തന്നെ ചവിട്ടി മൂലക്കിട്ട് എന്നിട്ട് ആ മൊയലാളിനെ കൊണ്ടുവന്ന് ചേച്ചിട്ടുണ്ട്. എന്നാലും വിടില്ലാന്ന് തന്നെ. ഇനിയും നക്കാപ്പിച്ച നക്കണം. ഇനിയും കുറെ തട്ടിപ്പ് നടത്തിയിട്ട് കുറെ സംഘികളെ ഇനിയും പറ്റിച്ചിട്ട് ഇനിയും വീട്ടിലിരുന്ന് ഞം 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 അടിക്കേണ്ട പരിപാടി ഉണ്ടല്ലേ. എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ എന്റെ പ്രിയപ്പെട്ട ഉള്ളി സുരേട്ടനും ബീഫ് നിന്ന് ഉള്ളി മാറ്റിയെടുത്ത എന്റെ മലപ്പുറം മാത്രം തിന്ന എന്റെ ഉള്ളി സുരേട്ടനും എന്റെ സുലാൻ.